വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോ മേക്കപ്പ് ലുക്കാണ്. അതുപോലെ തന്നെ ഫേസിൽ നന്നായിട്ടൊരു ഗ്ലോ തരുന്നൊരു നോ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ലിപ് ബാം, അതായത് നമ്മൾ സാധാരണ സ്കിൻ കെയർ റൂട്ടീനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലിപ്പാണ്, ടിൻറ്റഡ് ലിപ് ബാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഉപയോഗിക്കുന്നത് ഒരു ടോണറാണ്, അതും ഗുഡ് വൈബ്സിൻ്റെ റൈസ് വാട്ടർ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുമാതിരി സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് നമ്മൾ അത് അതിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് അത് നമ്മളെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചെറിയൊരു വെറ്റ്നെസ് ഉണ്ടാവണം നമുക്ക് ആ ഒരു ഫേസിലും നെക്കിലായാലും. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസർ ഇവിടെ കുറച്ച് അധികം യൂസ് ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ ഇപ്പം കുറച്ചായിട്ട് കുറച്ചൊരു ഡ്രൈ സ്കിന്നായിട്ട് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് മോയ്സ്ചറൈസർ എടുക്കുക. അത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസറാണ്. ആ ഒരു സ്ട്രോബെറീൻ്റെ ഒരു ഇത് വരുന്നതാണ്. നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പം ഫേസിൽ മാത്രമല്ല നെക്കിലും നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ അത്ര വൃത്തിയൊന്നും ഇല്ലാണ്ടാണ് ഓരോ ഭാഗത്തൊക്കെ ഇട്ട് ഇങ്ങോട്ടുണ്ട്. ചിലവർ നല്ല വൃത്തിക്ക് നല്ല ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ ഇത് നമ്മളെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് ആ ഒരു ക്രീം മൊത്തമായിട്ട് നമ്മളെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബായി പോകുന്ന രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ നെക്കിൽ ഇടുന്നത് മറന്നു പോകാണ്ടിരിക്കുക. ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയം തന്നെ നമ്മളെ ഫേസിൽ ആവശ്യത്തിന് നല്ലൊരു ഗ്ലോ എന്തായാലും വരും. ഇതിപ്പോൾ നന്നായിട്ട് നമ്മളെ ഫേസിൽ നന്നായിട്ട് അത് അബ്സോർബായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് നമ്മളെ ഫേസിൽ. അതിനുശേഷം ഒരു 5 മിനിറ്റിനെല്ലാം ശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൺസ്ക്രീനും ഞാൻ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഫിംഗർ റൂളിലൊന്നല്ല എടുത്തിരിക്കുന്നത്. എൻ്റെ ഫേസിനും നെക്കിനും ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമ്മളെ ഫേസിലായാലും നെക്കിലായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നന്നായിട്ട് ചൂടെല്ലാം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിപ്പം സൺസ്ക്രീൻ ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളെ ഫേസ് ഒന്നുകൂടി നന്നായിട്ടൊരു ഗ്ലോ വരും. ഇത് നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് വരുന്നത് പോലെ ഉണ്ടാവും, പക്ഷെങ്കിൽ ഒരു 6 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കതൊക്കെ മാറിയിട്ട് നമ്മൾ സാധാരണ ഫേസ് ആയിട്ട് തന്നെ വരും. അങ്ങനെ വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മളെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടുക ചെയ്യുന്നത്. നമ്മൾ ആ ഫേസും നെക്കും എല്ലാം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇത് ഞാൻ സാധാരണ ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീനാണ്. അങ്ങനെ നോ മേക്കപ്പ് ലുക്കാണ് ഇത്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഫേസിന് നല്ലൊരു ഗ്ലോ കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം നിങ്ങൾ ഫേസ് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോ തന്നെ തരുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണ ബേസിക് ആയിട്ടുള്ളൊരു റൂട്ടീനാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്ത് കൊടുക്കുന്നില്ല. ചെറുതായിട്ടൊരു ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർസിൻ്റെ ഡാർക്ക് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അതും വളരെ ലൈറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ. നമുക്കിപ്പം സൺ കിസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ചീക്ക് മൊത്തമായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു രസമുണ്ടാവും. ഞാനിപ്പം സൈഡിലോട്ടേക്കാണ് കൂടുതലായിട്ടും ഇട്ട് കൊടുക്കുന്നത്.
നമ്മൾ ആ ഒരു ചീക്ക് ബോണിൻ്റെ സൈഡിലേക്കാണ്, അതുപോലെ തന്നെ നോസിൻ്റെ ടിപ്പിലും അതുപോലെ തന്നെ ചിന്നിൻ്റെ ടിപ്പിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് നമുക്കധികം കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കുറച്ച് ഇതാക്കി കൊടുക്കാം. നമ്മൾ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോ ഉണ്ട്. നമ്മൾ വേറെ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇട്ട് വെച്ചിട്ടുള്ള ലിപ് ബാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു ഗ്ലോസി ആയിട്ട് ലിപ്സിൽ ഗ്ലോസി ആയിട്ട് വരുന്നത് അത്ര ഇഷ്ടമല്ല, മാറ്റായിട്ട് വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റേസിൻ്റെ 929 എന്ന് പറഞ്ഞിട്ടുള്ള ഡൗൺ ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഡൗൺ ബ്ലഷ് എന്ന് തന്നെ തോന്നും. കുറച്ച് നല്ല മാറ്റായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മളെ സ്കിൻ ടോണായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടിയിട്ടാണ്. ഇതൊരു ക്രയോണാണ്. നിങ്ങൾക്കിപ്പം ലിപ്സ് നല്ല ഗ്ലോസി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ് ബാമെല്ലാം യൂസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോയി ഫിനിഷിലാണ് ഉള്ളത്. നമ്മൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ കൂടി നമ്മളെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്. ഇത്രയും ചെയ്താൽ തന്നെ സെറ്റായി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പോകാൻ പോകുമ്പോഴുള്ള ഡ്രസ്സ് ഇടണം, അതുപോലെ തന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞാവ് വന്നിട്ടുണ്ട്. അവനും കൂടി ഇതിൻ്റെ അകത്ത് ഒന്നാ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തെല്ലാം ചെയ്യുന്ന കണ്ടുകൊണ്ട് മുഖേലം വന്നിട്ട് തൊട്ടെല്ലാം നോക്കുന്നതാണ് വാവ. അതിനുശേഷം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വന്നതിന് ശേഷമാണ് എടുക്കുന്നത്. എന്നാലും ഫേസിൽ ആ ഒരു ഗ്ലോ ഒന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കൊന്നും റിമൂവ് ആയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പോയി വന്ന പാടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട്